വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഈ മുന്നറിയിപ്പ് ഇസ്രായേൽ ട്രംപിനെ ധരിപ്പിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. വാഷിംഗ്ടൺ ടൈംസ് വിവരം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഇത് US-ഓ ഇറാനോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ട്രംപിന്റെ ചില വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നുണ്ട് താനും. മുൻപ് ഇറാൻ പലതവണ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം പരാജയപ്പെടുത്തിയതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ ഈ വിവരം അമേരിക്കയ്ക്ക് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ഈ മൂന്നാമത്തെ ഇറാനിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയും ട്രംപുമായി ആശയവിനിമയം നടത്തിയെന്നും ചില കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ട്രംപിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ട്രംപിനെ ഉടൻ തന്നെ ഇറാൻ വധിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് ഏത് വഴിയാണ് ഇത്തരമൊരു സന്ദേശം അല്ലെങ്കിൽ ഇത്തരമൊരു ഇൻഫർമേഷൻ ഇസ്രായേലിന് ലഭിച്ചത് എന്നതിനെ സംബന്ധിച്ച് അവർ കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല. അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തി കിട്ടിയ ഒരു വിവരമാണ് ഇതെന്നാണ് അവർ ധരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ട്രംപിന് ഇസ്രായേൽ കൈമാറിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ ടൈംസ് ആണ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതായത് ട്രംപിന് നേരെ ഇറാൻ ഏത് നിമിഷവും ഒരു വധശ്രമം നടത്തിയേക്കാം, അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനായി അവർ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഒരു ജാഗ്രത പാലിക്കണം എന്നതാണ് ഇസ്രായേൽ പങ്കിട്ടിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇപ്പോൾ നിലവിൽ വാഷിംഗ്ടൺ ടൈംസ് മാത്രമേ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളൂ. അതിനുശേഷം വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നാൽ ഇത്തരമൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ ഇറാനോ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങളിലേക്കോ ഒന്നും തന്നെ കടന്നതായിട്ട് വിവരമില്ല. ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലെ ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക 3 ദിവസമായി ഇറാനിലേക്ക് കനത്ത ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും ഇറാനിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ അമേരിക്കയുടെ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇറാന് അതിൽ അനിഷ്ടമുണ്ട്. പല ഇറാനിയൻ നേതാക്കളും രൂക്ഷമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത്. അതുമാത്രമല്ല, ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെ ജനങ്ങൾ തന്നെ ട്രംപിനെതിരെ വലിയ തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഒരു കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടിരുന്നു. കിൽ ട്രംപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്ലക്കാർഡുകളും ജനങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. അപ്പോൾ ഇറാനിൽ ട്രംപിനെതിരെ വലിയൊരു ജനവികാരം നിലനിൽക്കുന്നുണ്ട്. നേതാക്കൾ പലരും ട്രംപിനെതിരെ രൂക്ഷ പ്രതികരണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇസ്രായേൽ ട്രംപിനെ വധിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു വിവരം. തീർച്ചയായും അതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കണം. കഴിഞ്ഞ ദിവസവും ഖത്തർ ഒരു എയർഫോഴ്സ് 1 വിമാനം, അത് അതീവ സുരക്ഷിതത്വമുള്ള എയർഫോഴ്സ് 1 വിമാനം ഖത്തർ സമ്മാനിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ എയർഫോഴ്സ് 1 വിമാനത്തിലാണ് ട്രംപ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിമാനം പാതി വഴിയിൽ ട്രംപ് ഉപേക്ഷിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. തുർക്കിയിൽ നേറ്റോ രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് ശേഷം വിമാനം മാറി കയറിയത് ഇറാന്റെ വധഭീഷണി മൂലമാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് ട്രംപ് ആവർത്തിക്കുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. ഖാസിം സുലൈമാനിയെ വധിച്ചത് മുതൽ ഇറാന് തീർത്താൽ തീരാത്ത പക ട്രംപിനോടുണ്ട്. ട്രംപിനിപ്പോൾ മരണഭയമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തുർക്കിയിൽ നിന്നുള്ള മടക്കയാത്ര US രഹസ്യാന്വേഷണ വിഭാഗമായ സീക്രട്ട് സർവീസിൻ്റെ അടിയന്തര സുരക്ഷാ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിടുന്നത്. കന്നി വിദേശ പര്യടനത്തിനായി ഉപയോഗിച്ച പുത്തൻ ആഡംബര വിമാനം ഒഴിവാക്കി പഴയ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 ട്രംപ് തുർക്കിയിൽ നിന്ന് മടങ്ങിയത്. ഖത്തർ ഭരണകൂടം ട്രംപിന് സമ്മാനിച്ചതാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ വിമാനം. പക്ഷേ ഈ വിമാനം സുരക്ഷാ കാരണങ്ങളാൽ ഉപയോഗിക്കരുത് എന്ന് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ ഈ ബോയിങ് 747-8 വിമാനം അത് നേരത്തെ തന്നെ ബ്രിട്ടനിലേക്ക് തിരിച്ചയക്കുന്നു. അതിനുശേഷം പഴയ വിമാനത്തിൽ തുർക്കിയിൽ നിന്ന് ബ്രിട്ടനിലെ സഫോക്കിലുള്ള RAF മിൻഹാൾ വ്യോമത്താവളത്തിലേക്ക് ട്രംപ് വന്നതാണ് ഇത്തരം വാർത്തകൾക്ക് സ്ഥിരീകരണമായി വന്നത്. അജയ്, ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. കാരണം ഇത്തരം വിവരങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ അമേരിക്ക പറയുന്നത് നേരത്തെയും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം പ്രസിഡന്റിന് വേണം എന്നുള്ള നിർദ്ദേശം അത് പ്രകാരമാണ് പഴയ വിമാനത്തിലേക്ക് ട്രംപ് മാറുകയെന്ന് കരുതാം.
ഇപ്പോൾ ട്രംപിന് അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വാസ്തവം തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ പുതിയ എയർഫോഴ്സ് വിമാനത്തിൽ നിരവധി സുരക്ഷാ പാളിച്ചകളുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. പഴയ എയർഫോഴ്സ് വിമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പഴയ വിമാനത്തിലുള്ള പല ഫെസിലിറ്റീസും ഈ പുതിയ വിമാനത്തിലില്ല. അതുപോലെ പുതിയ വിമാനത്തിൽ കയറി ആദ്യം ട്രംപ് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു നിമിഷത്തിൽ പോലും മാധ്യമപ്രവർത്തകരോട് എല്ലാ ജനൽപ്പാളികളും താഴേക്ക് വലിച്ചിടാൻ വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയുൾപ്പെടെ ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം പുതിയ വിമാനത്തിന്റെ ഒരു സുരക്ഷാ കുറവായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഈ എയർഫോഴ്സ് വിമാനം മാറിക്കയറിയത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പിന്നെ ട്രംപിന്റെ ഈ ഒരു അവകാശവാദം, അതായത് ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ താൻ ഉണ്ട് എന്നുള്ള കാര്യം, അത് ട്രംപ് ആദ്യമായല്ല ഇക്കാര്യം പറയുന്നത്. ഇതിനു മുൻപ് തന്നെ പല ആവർത്തി ട്രംപ് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇറാൻ തന്നെ വധിക്കാൻ ശ്രമം നടത്തുന്നു, അതുപോലെ തന്നെ US-ന് നേരെ അവർ നീക്കം നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹം ഇതിനു മുൻപ് തന്നെ ഉയർത്തിയിരുന്നു. ട്രംപ് പറയുന്നത് താൻ ഒരിക്കലും അവരുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ അല്ല, തന്നെ അവർ ഒരുപാടധികം വെറുക്കുന്നുണ്ട്, ഇറാന് ഇറാന്റെ കണ്ണിൽ താൻ ഒരു കരടാണ് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ട്രംപിന്റെ ഒരു അവകാശവാദം താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഇറാൻ തന്നെ ലക്ഷ്യമിട്ടിരുന്നു എന്ന് മുൻപ് പല ആവർത്തി അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും. എന്നാൽ ഇതിന് ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് അധികം പറയാനാകില്ല. ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വിവരമാണ്. ഇതിനെ സംബന്ധിച്ച് US ഇനി കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായും.